നിങ്ങളുടെ ഡ്രസ് കോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്? സത്യത്തിൽ നിങ്ങൾക്ക് യോജിക്കുന്ന ഡ്രസ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെ ഡ്രസ്സിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? നമ്മളുടെ കോൺഫിഡൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കണം. നിങ്ങൾക്ക് ഏത് ഡ്രസ്സിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു 4-5 ഡ്രസ് കോഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളുണ്ടെങ്കിൽ ആ പ്രോഗ്രാമുകളിലേക്ക് പോകുമ്പോൾ, ആ മീറ്റിങ്ങുകളിലേക്ക് പോകുമ്പോൾ, ആ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്ന ആ ഡ്രസ്സായിരിക്കണം നിങ്ങൾ ധരിക്കേണ്ടത്, ആ കളറായിരിക്കണം നിങ്ങൾ ധരിക്കേണ്ടത്. ഇത് അറിയേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും അതിൽ നമ്മളുടെ ഡ്രസ് കോഡിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഡ്രസ് കോഡ് ഏറ്റവും മനോഹരമായിട്ടിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വെൽവിഷേഴ്സിനോടൊക്കെ ഒന്ന് ചോദിക്കുകയും ചെയ്യാം. അതിനുശേഷം അത്തരത്തിലുള്ള ഡ്രസ് കോഡുകൾ ചൂസ് ചെയ്യുക. ആ രീതിയിലുള്ളൊരു ഡ്രസ് കോഡ് ധരിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക. കോൺഫിഡൻസ് ആണല്ലോ എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഡ്രസ് കോഡ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് മനസ്സിലാക്കുക.